പക്ഷേ അവിടെ നേരത്തെ ഒരുക്കങ്ങളെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. ഇവിടെ പൊതുദർശനത്തിന് എത്ര സമയം ഉണ്ടാകും? ഈ മൃതദേഹങ്ങൾ എത്തിച്ചതിന് ശേഷം എത്ര നേരമാണ് പൊതുദർശനത്തിന് വയ്ക്കുക? മറ്റ് ചടങ്ങുകളിലേക്ക് എപ്പോഴാണ് കടക്കുക? എന്താണ് വിവരങ്ങൾ? 9 മണി മുതൽ 10 മണി വരെ എന്നൊരു സമയമാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. 9 മണിയോടെ മൃതദേഹങ്ങളെല്ലാം ഇവിടേക്ക് എത്തിക്കുകയും സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യും. അതിനുശേഷം 10 മണി വരെ മുഴുവൻ ആളുകൾക്കും കാണുവാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തും എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു മണിക്കൂറിൽ കൂടുതൽ നീളാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. കാരണം ഇപ്പോൾ സമയം 7:15. ഇപ്പോൾ തന്നെ ഏതാണ്ട് 100-ലേറെ ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് സ്ത്രീകളും ഒപ്പം തന്നെ പ്രായമായ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കുകയും ഈ ആളുകൾക്കായുള്ള അല്ലെങ്കിൽ മൃതദേഹങ്ങൾ എത്തിക്കാനുള്ള കാത്തിരിപ്പാണ്. ഈ മരിച്ചവരെ ഏറ്റവും അടുത്ത് അറിയുന്നതാണ്. അതിൽ മരണപ്പെട്ട സാജിദ പറഞ്ഞ കുട്ടിയും പിന്നെ നമ്മുടെ അടുത്ത വീടാണ് സാജിദ. പിന്നെ അവരെ മകനുണ്ട്. ആ വീടിൻ്റെ അവളെ പ്രായമായൊരു ഉമ്മ ഉണ്ട്. ഉമ്മാനൊക്കെ കെയർ ചെയ്തിരുന്ന അവളാണ്. അപ്പം ഇനിയിപ്പം ഉമ്മാൻ്റെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ അവൾ ചെറിയ മകളാണ്. അപ്പം എന്താ വെച്ചാൽ അവളും മകനും കൂടിയാണ് ഉമ്മാനെ നോക്കിയിരുന്നത്. എല്ലാവരും എടുത്തെടുത്തുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഉമ്മാക്ക് അവളുണ്ടെന്ന് പറയുന്നത് തന്നെ അവൾക്കൊരു ഭയങ്കര ആശ്വാസമായിരുന്നു. അപ്പോൾ ഉമ്മ വരെ ഈ നിമിഷം വരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ അറിയിച്ചിട്ടില്ല. അല്ല, ബാക്കി എല്ലാവരും അറിഞ്ഞു. അപ്പം ഇനിയിപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും നമ്മൾ അറിയും. അപ്പം അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് അതിനോട് ഇപ്പോഴും പൊരുത്തപ്പെട്ടിട്ടില്ല. നമ്മളെ വീടും ആ ജനമല്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു സാജിദ. അതുപോലെ ഷക്കീല, നമ്മളൊക്കെ നല്ല ക്ലോസ് ആണ്. ഇപ്പോൾ പിന്നെ എല്ലാം നമ്മൾ അറിയുന്ന ആളുകളാണ്. ബാക്കി 2 പേര് മാത്രമാണ് പുറത്തുനിന്ന് കുളത്തൂർ. എന്നിരുന്നാലും അവർ നമ്മുടെ നാട്ടിലെ ആളുകളായി. കാരണം ടീച്ചർ മാത്രമേ 1 വർഷത്തിലായിട്ടുള്ളൂ. മറ്റു ടീച്ചറൊക്കെ മരണപ്പെട്ട ഒരു ടീച്ചർക്ക് 10 വർഷത്തിന് മീതെയായി. നമ്മുടെ നാട്ടിലെ നമ്മളൊരു അംഗത്തെ പോലെ തന്നെ ആയിരുന്നു ഇവരെല്ലാം. ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്നവരായിരുന്നു. തീർച്ചയായിട്ടും സാജിദൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടൊരു കുട്ടിയാണ്. എന്ത് കാര്യത്തിനും കൂടി വിളിച്ചാൽ പിന്നെ അനിയനൊക്കെ ഇട്ട സ്റ്റാറ്റസ് കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം എന്താ വെച്ചാൽ ഉണ്ണിമോനെ എന്ന് വിളിക്കാൻ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞിരുന്ന ആളുകളാണ്. ഇനിയിപ്പോൾ നമുക്കത് ഓർമ്മകൾ മാത്രമായിട്ട് മാറി. ഇപ്പോഴും നമ്മളതിനോട് പൊരുത്തപ്പെട്ടിട്ടില്ല. അത് അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ. പറഞ്ഞതുപോലെ ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ആദ്യമന്ത്യാന്തം എല്ലാ ഘട്ടങ്ങളിലും കൂടെ ഉണ്ടാകുന്ന വ്യക്തികളാണ്. ഈ സ്കൂളിന് അല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകരാണ് 2 പേർ മാത്രമാണ് അല്പമെങ്കിലും മാറിയിട്ടുള്ളത്. പക്ഷേ ബാക്കി എല്ലാവരും തന്നെ ഈ മേഖലയിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരുമായി ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആളുകളാണ്. അത്തരത്തിൽ ഈ പ്രദേശവുമായും അതോടൊപ്പം തന്നെ ഈ സ്കൂളിൽ നിലവിൽ പൊതുദർശനം നടത്തുന്ന സ്കൂളിൽ പഠിച്ച അധ്യാപകർ പോലും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർക്ക് ഈ അന്ത്യയാത്ര നൽകുന്നതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ പൂർത്തിയാകുന്നത്. ചേട്ടാ, ഈ ഏറ്റവും എങ്ങനെയാണ് നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത്? ഇതിൻ്റെ ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ഒരുക്കങ്ങൾ ഇന്നലെ രാത്രിയോടെ സജ്ജീകരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോഴും സജ്ജീകരണങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും പല ഭാഗങ്ങളിൽ നിന്നും വൻ ജനാവലിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇനിയും ആളുകൾ വൻ ബ്ലോക്കുകളാണ് ഇപ്പോൾ റോഡുകളും മറ്റുള്ളതൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ളവരുമായിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ പല സ്ഥലങ്ങളിലും വാഹനങ്ങൾ പെട്ടെന്ന് കടത്തിവിടാൻ വേണ്ടിയിട്ട് തിക്കിലും തിരക്കിലും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ റോഡിൽ വിന്യസിച്ചിട്ടുണ്ട്. ഈ 9 മണി മുതൽ 10 മണി വരെ എന്നൊരു സമയമാണോ നിശ്ചയിച്ചിരിക്കുന്നത്? 1 മണിക്കൂർ പൊതുദർശനമാണ് വെച്ചിട്ടുള്ളത്. പിന്നീട് ആളുകൾ കൂടുകയാണെങ്കിൽ ഫുള്ളും കാണിച്ചിട്ടാണ് അവരവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ ശ്മശാനത്തിൽ മറവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളങ്ങനെ ഒരു സമയം നിർബന്ധിത വെക്കുന്നില്ല അല്ലേ? കൂടുതൽ എല്ലാ വരുന്ന ആളുകളെ മുഴുവൻ കാണിക്കുക. വരുന്ന ആളുകൾക്ക് മൊത്തം കാണിച്ചിട്ട് പിന്നെ അവരവരുടെ വീടുകളിൽ കൊണ്ടുപോയിട്ട് പിന്നെ മസ്ജിദുകളിൽ കൊണ്ടുപോയി മറവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നിലവിൽ 9 മുതൽ 10 വരെ എന്നൊരു സമയമാണ് നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ പോലും എത്തുന്ന മുഴുവൻ ആളുകളെയും കാണിച്ച ശേഷം മാത്രമേ അവർക്കെല്ലാം തന്നെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഇവിടെ നിന്നും മൃതദേഹങ്ങൾ വീടുകളിലേക്കും അതോടൊപ്പം തന്നെ ഖബർസ്ഥാനുകളിലേക്കും ഉൾപ്പെടെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. അതായത് ഒരു തരത്തിൽ എത്തുന്ന അല്ലെങ്കിൽ ഇവിടേക്ക് എത്തുന്ന ഒരാളെ പോലും തിരിച്ചയക്കില്ല, അല്ലെങ്കിൽ ഒരു സമയ കൃത്യത വയ്ക്കുന്നില്ല. നിലവിൽ 1 മണിക്കൂർ എന്ന് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പോലും
പോലും അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ഈ പൊതുദർശനം നീളാനുള്ള സാധ്യതകളുണ്ട്. നേരത്തെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഈ ചെയ്തിട്ടുണ്ട്. കാരണം ഇവർക്ക് നേരത്തെ നമ്മൾ പലരോടും സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ പ്രിയപ്പെട്ടവരാണ്, ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ്, ഈ സ്കൂളിൽ പഠിച്ചതാണ്. അതോടൊപ്പം തന്നെ കുട്ടിക്കാലം മുതൽ പ്രത്യേകിച്ച് LP സ്കൂളാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മേഖലയിൽ തന്നെ ഉള്ളവരെയാണ് കൂടുതലായി ആ സ്കൂളിലേക്ക് പ്രവേശിക്കുകയും അവിടെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ എന്നൊരു കാര്യം കൂടി ഉണ്ട്. എല്ലാവരുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്നു, എല്ലാവരെയും പേരെടുത്ത് പറയാകുന്ന ആളുകൾ. അതോടൊപ്പം തന്നെ ഈ സ്കൂളിലെയും ഈ വിദ്യാർത്ഥികളുമായി സംസാരിക്കുമ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ കുടുംബവുമായും ഒപ്പം തന്നെ പേരൻസിനുമായൊക്കെ അവരെപ്പോഴും ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ വിടവാങ്ങൽ, പ്രത്യേകിച്ച് ഒരുമിച്ചാണ് എല്ലാവരും യാത്ര പറഞ്ഞിട്ടുള്ളതെന്നാണ്. കാരണം ഇവിടെ നിന്നും അവർ യാത്ര പുറപ്പെടുമ്പോൾ പല രക്ഷിതാക്കളെയും വിളിച്ചു പറഞ്ഞിരുന്നു, ഞങ്ങളിങ്ങനെ യാത്ര പോവുകയാണ്, 3 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ 2 ദിവസത്തിന് ശേഷം മാത്രമേ തിരിച്ചെത്തൂ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഈ പല രക്ഷിതാക്കളോടും ഇവർ പറഞ്ഞിരുന്നു. പക്ഷേ അവരെല്ലാം കാത്തിരുന്നത് അവർ തിരിച്ചു വരും, അതോടൊപ്പം തന്നെ പുതിയ അധ്യയന വർഷത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കണം. കാരണം PTA ഭാരവാഹികളുമായൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ഈ പ്രധാന അധ്യാപിക ഉൾപ്പെടെ പറഞ്ഞിരുന്നത്, ഇത് കഴിഞ്ഞ്, അതായത് യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കണം, പുതിയ കുട്ടികളെ കണ്ടെത്തേണ്ടതുണ്ട്, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നൊക്കെ പലതവണയായി ഈ രക്ഷിതാക്കളോടും PTA ഭാരവാഹികളോടും ഒക്കെ പറഞ്ഞിരുന്നു. അതെല്ലാം ബാക്കിയാക്കിക്കൊണ്ടാണ് ഇവരെല്ലാം വിട പറയുന്നത്. ഏറ്റവും സങ്കടകരമായി ഇവർക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ സ്കൂളിലെ പ്രധാനപ്പെട്ട അധ്യാപകരെല്ലാം ഒരേ സമയം വിടവാങ്ങി എന്നുള്ളതാണ്. അതാണ് ഇവർക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കാത്തൊരു കാര്യമായി നിൽക്കുന്നത്. എന്തായാലും നിലവിൽ ഇവിടെ സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി, നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, എല്ലാവരും ഈ മൃതദേഹങ്ങൾ ഇങ്ങോട്ട് എത്തിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം ഏറ്റവും അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണുക എന്നുള്ളത് പ്രതീക്ഷയിലാണ് എല്ലാവരും തന്നെ ഉള്ളത്. ചേട്ടാ, ഇവിടെയുള്ള ആളാണോ? ഈ അധ്യാപകരൊക്കെ അറിയുന്നവരാണോ? അറിയില്ല, ഞാൻ കുറച്ച് ദൂരം, 3 കിലോമീറ്റർ ദൂരത്തോളം. വാർത്ത കേട്ടിട്ട് അധികമല്ല, ഞങ്ങൾ പരിചയമുള്ള ആൾക്കാരൊന്നും, പക്ഷെ വലിയൊരു സർവീസ് ഇല്ല, നല്ല അറിയും. അടുത്തുള്ള ബന്ധം നമ്മൾക്ക് അടുത്തുള്ള വെച്ചാൽ നമ്മളിപ്പോൾ അധികം ഇല്ല, 3 കിലോമീറ്റർ വിട്ടുള്ളൂ. ഇപ്പോൾ നാട്ടുകാർ തന്നെയാണല്ലോ കൂടുതൽ നാട്ടുകാർ അന്തിമോപചാരം അർപ്പിക്കുക എന്നുള്ള രീതിയിൽ വന്നതല്ലേ? എന്തായാലും നിലവിൽ പല മേഖലകളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ചേട്ടൻ ഈ അടുത്തുള്ളതാണോ? ഇവരൊക്കെ നേരിട്ട് അറിയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. റംല ടീച്ചർ എൻ്റെ അയൽവാസിയാണ്. പിന്നെ സാജിദ എൻ്റെ കൂടെ പഠിച്ചതല്ല, എൻ്റെ ഒരു 2 ക്ലാസ് താഴെയുള്ള സാജിദ തന്നെയാണ്. എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളാണ്, ചെറുപ്പം തൊട്ടേ അറിയുന്ന. വല്ലാത്തൊരു ഷോക്കായി. എപ്പോഴും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും. റംല ടീച്ചർ എപ്പോഴും സ്കൂളിൽ പോകുന്നവരുന്നൊക്കെ നമ്മൾ കാണുന്ന അയൽവാസിയാണ്. യാത്ര പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നോ? ഇല്ല, അതറിഞ്ഞിട്ടില്ല. പക്ഷെ അത് പുറത്തായിരുന്നു. ഞാനിപ്പോൾ ഞങ്ങളത് അറിയുമ്പോൾ ഇവിടെ നാട്ടിലില്ല, അറിഞ്ഞേക്കന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. വല്ലാത്ത ഷോക്കായി പോയി, സംസാരിക്കാൻ കഴിയുന്നില്ല. വൈകാരികമായാണ് എല്ലാവരും പ്രതികരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്, ഇവരെല്ലാം ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ്. ഈ സ്കൂളിലെ ഈ അധ്യാപകരുമായൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ പഠിച്ച, ഒപ്പം തന്നെ ഇവിടെ ഈ നാട്ടുകാരുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന, പഠിപ്പിച്ച ആളുകളൊക്കെയാണ്. ഈ ചില അധ്യാപകർ മാത്രമാണ് ഈ പ്രദേശത്തിൽ നിന്നും അല്പം മാറി, പ്രധാന അധ്യാപികയും മറ്റൊരു അധ്യാപികയും മാത്രമാണ് ഈ അല്പം മാറിയുള്ളത്. മറ്റൊരു അധ്യാപക കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ടീച്ചറെ, ഈ എല്ലാവരെയും അറിയുന്നവരാണ്? എല്ലാവരും അറിയുന്നവരാണ്. പിന്നെ അവിടുത്തെ HM അജിത ടീച്ചർ പഠിക്കുന്ന കാലം മുതൽ തന്നെ എനിക്ക് അടുപ്പുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് PSC കിട്ടിയവരാണ്. പിന്നെ ഇവിടെ പാങ്ങിൽ വെച്ചിട്ടാണ് ഈ സ്കൂളിലാണ് ഞങ്ങൾ ജോയിൻ ചെയ്തത് ആദ്യം. പിന്നെ ഇവിടുന്ന് ട്രാൻസ്ഫറായിട്ട് ബ്രാഹ്മന്തോൾ പോയി അവിടെയും ടീച്ചറുമായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്തതാണ്. പിന്നെ HM പ്രൊമോഷൻ കിട്ടിയപ്പോൾ ഞാൻ ഈ സ്കൂളിൽ HM ആയിട്ടും ടീച്ചർക്ക് LP UP HM പ്രൊമോഷനാണ് കിട്ടിയത്. അപ്പോൾ ടീച്ചർ അവിടെയും ജോയിൻ ചെയ്തു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ തമ്മിൽ നല്ല കോണ്ടാക്റ്റാണ്. ഞങ്ങൾ ഒരേ പ്രായമാണ്. അടുത്ത വർഷം ഞങ്ങൾ ഒന്നിച്ച് റിട്ടയർ ചെയ്യേണ്ടവരാണ്. അപ്പോൾ പെൻഷൻ പേപ്പറുകളൊക്കെ നമുക്ക് ഒന്നിച്ച് ചെയ്യാം, ഒന്നിച്ച് അയക്കണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞിരുന്നിരുന്നതാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങളിവിടെ പാഠപുസ്തക സൊസൈറ്റി നമ്മുടെ സ്കൂളിലാണ്. അപ്പോൾ അവരെപ്പോഴും പുസ്തകം എടുക്കാനൊക്കെ ഇവിടെ വന്നിട്ട് നല്ല കോണ്ടാക്റ്റാണ്. പിന്നെ മങ്കട സബ് ജില്ലാ കലോത്സവം ഇവിടെ വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ അതിലും അവരെല്ലാവരും ഡ്യൂട്ടി ആയിട്ടും പിരിവിനും സാമ്പത്തികമായിട്ടും എല്ലാ കാര്യങ്ങൾക്കും അവർ കൂടെ ഉണ്ടായിരുന്നു.
നല്ല അടുപ്പുണ്ട്. മറ്റേ ടീച്ചേഴ്സിനെയും ഒക്കെ അറിയാം. പിന്നെ പേഴ്സണലായിട്ട് ഒരുപാട് കോണ്ടാക്ട് മറ്റേ ടീച്ചേഴ്സുമായിട്ടില്ല. ആശയാണെങ്കിൽ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. ആശ ടീച്ചർ എൻ്റെ സ്റ്റുഡൻ്റാണ്. ആശയായിട്ടും നല്ല അടുപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ടതാണ്. പ്രദേശവാസികളായതുകൊണ്ട് തന്നെ സ്കൂളിലെ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ മുൻ പഠിച്ച വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ എല്ലാ കാര്യത്തിനും സജീവമായിരുന്നു. അതെ, ആശ ഇവിടെ അല്ല, കൊളത്തൂർ സ്കൂളിലാണ്. ആശ കൊളത്തൂരാണ്, എൻ്റെ വീടിൻ്റെ അടുത്താണ് ആശയുടെ വീട്. പിന്നെ പുലാമന്തോള് പാലൂരാണ് അജിത ടീച്ചറുടെ വീട്, HMൻ്റെ. അവിടെ ഞങ്ങൾ വർക്ക് ചെയ്തപ്പോഴും ഒന്നിച്ച് അറിയാം. ടീച്ചറുടെ വീട്ടിലും അറിയാം, വീട്ടിലും പോയിട്ടുണ്ട്. അവരോട് രണ്ടാളോടും നല്ല കോണ്ടാക്ട് ഉണ്ട്, നല്ല ക്ലോസാണ്. മറ്റവരെയും അറിയാം. പിന്നെ അത്ര അവരുടെ വീടുകളുമായിട്ട് അത്ര അറ്റാച്ച്മെന്റ് ഇല്ല. വ്യക്തിപരമായി ഏറ്റവും അടുത്ത് ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരാളാണ് നഷ്ടമാകുന്നല്ലേ? അതെ, നല്ല ആക്റ്റീവുമാണ് അജിത ടീച്ചറും. ആശയം അതെ, എല്ലാ കാര്യത്തിനും ആക്റ്റീവാണ്. സംഘടനാ പ്രവർത്തനങ്ങൾക്കും പിന്നെ സ്കൂളിലെ പ്രവർത്തനങ്ങൾക്കും ഒക്കെ രണ്ടുപേരും നല്ല ആക്റ്റീവായിട്ടുള്ള ടീച്ചേഴ്സായിരുന്നു. വലിയൊരു നഷ്ടമാണ്. സഹിക്കാൻ പറ്റുന്നില്ല. ഈ 9 അങ്ങനെ നിർത്തി വെച്ചിരിക്കുന്ന കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല.